നമ്മളെല്ലാവരും പലവിധ ഭാരങ്ങൾ ചുമന്ന് നടക്കുന്നവരാണ്. ഇടയ്ക്കൊക്കെ ഈ ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കണം. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ കുതിരവണ്ടിയിൽ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ വിറകിൻ്റെ കെട്ട് ചുമന്നുകൊണ്ട് ഒരാളിങ്ങനെ പോകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ രാജാവിനൊരു പാവം തോന്നി. വലിയൊരു വിറകിൻ്റെ കെട്ടും ചുമന്നിങ്ങനെ പോവുകയാണ്. രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വണ്ടിയിൽ കയറിക്കോളൂ. അപ്പോൾ അദ്ദേഹം ആ വണ്ടിയിൽ കയറി. കുറേ ദൂരം സഞ്ചരിച്ച ശേഷം ഈ രാജാവ് ഒന്ന് തിരിഞ്ഞു നോക്കി, വണ്ടിയിലെ ബാക്കിലേക്കൊന്ന് നോക്കി. ഇയാൾ ഈ വിറകിൻ്റെ കെട്ട് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രാജാവ് ചോദിച്ചു അദ്ദേഹത്തോട്, ആ വിറകിൻ്റെ കെട്ട് താഴെ വെച്ചൂടെ? എന്തിനാ താങ്കൾ അതിങ്ങനെ തലയിൽ വെച്ച് ഇങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞാൻ തന്നെ അങ്ങേക്കൊരു ഭാരമാണ്. ഈ വിറകിൻ്റെ കെട്ടുകൂടി ഒരു ഭാരമാവേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിത് തലയിൽ വെച്ചിരിക്കുന്നത് എന്ന്. രാജാവ് തൻ്റെ വണ്ടിയിൽ കയറ്റിയത് തന്നെ ആ വിറകിൻ്റെ കെട്ട് അവിടെ വെക്കാനാണ്. അത് അദ്ദേഹത്തിന് ഭാരമാവേണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷേ അദ്ദേഹം വണ്ടിയിൽ ഇരിക്കുമ്പോഴും വിറകിൻ്റെ കെട്ട് തലയിൽ വെച്ചുകൊണ്ട് ഭാരം ചുമന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മിൽ പല ആളുകളും ഇങ്ങനെയാണ്. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണി ഉണ്ടായിട്ടും ഭാരങ്ങൾ ഇറക്കി വെക്കാതെ തലയിൽ ചുമന്ന് അങ്ങനെ വിഷമിച്ച് ദുഃഖിച്ച് ടെൻഷനടിച്ച് അവസാനം ഹൃദയം പൊട്ടി മരിച്ചു പോവുകയാണ്. വീട്ടിലെ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ ഭാരങ്ങൾ ഒക്കെ ഇടയ്ക്ക് ഒന്ന് ഇറക്കി വെക്കണം. അതിന് പരസ്പരം തുറന്ന് സംസാരിക്കണം, പരസ്പരം കേൾക്കണം, പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കണം. പരസ്പരം ഭാരം ഇറക്കി വെക്കാനുള്ള അത്താണിയാവണം നമ്മൾ ഓരോരുത്തരും. മക്കൾ മാതാപിതാക്കൾക്ക്, മാതാപിതാക്കൾ മക്കൾക്ക്, ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക്, ഇങ്ങനെ പരസ്പരം ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയാവണം നമ്മൾ ഓരോരുത്തരും. അതിന് തുറന്ന് സംസാരിക്കണം, പരസ്പരം കേൾക്കണം, പരസ്പരം മനസ്സിലാക്കാൻ തയ്യാറാവണം. ഇടയ്ക്കൊന്ന് കെട്ടിപ്പിടിക്കണം, മുത്തം നൽകണം, നെറ്റിയിൽ മുത്തം നൽകണം. നെറ്റിയിൽ മുത്തം നൽകി കഴിഞ്ഞാൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. മടിയിൽ ഒന്ന് കിടക്കാൻ അവസരം നൽകണം. ഷോൾഡറിൽ, മാറിൽ ഒന്ന് ചായാനുള്ള ഒരു അവസരം നമ്മൾ നൽകണം. പ്രിയപ്പെട്ടവർക്ക് നൽകുക. ഇതൊക്കെയാണ് പരസ്പരം ഭാരം ഇറക്കി വെക്കുക എന്ന് പറയുന്നത്. അതിനുള്ള അവസരങ്ങളാണത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ പരസ്പരം കൂടെ നിൽക്കാൻ കഴിയും. പരസ്പരം ഹൃദ്യമായ ഒരു ബന്ധം ഉണ്ടാവും. ഒരു കൗൺസിലിങ്ങിൻ്റെയും ആവശ്യം ഉണ്ടാവില്ല. നല്ല സന്തോഷവും സമാധാനവും നമുക്കുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.